കേരളത്തിലെ മലബാറിലെ ലൈബ്രറി പ്രസ്ഥാനവും തിരുവിതാംകൂർ ലൈബ്രറി പ്രസ്ഥാനവും വ്യത്യസ്തമാണ്. മലബാറിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം പൂർണ്ണമായും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ ഒരു പ്രത്യേകിച്ചൊക്കെ ഒരു കെമിസ്ട്രി ആയിട്ട് രൂപപ്പെട്ടു വന്നതാണ്. അന്ന് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്തു, ഒരു സർക്കുലർ പാസ് ചെയ്തു. ഓരോ കോൺഗ്രസ് കമ്മിറ്റികളുടെ ഓഫീസിൻ്റെ കൂടെ ഓരോ വായനശാല കൂടി സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് വ്യാപകമായി മലബാറിൽ എവിടെ കോൺഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ ആ പുരോഗമന വിഭാഗമുണ്ട്, അവിടെ ലൈബ്രറിയും വന്നു. ഞങ്ങളതിനു വേണ്ടി ശ്രമം നടത്തി. അതിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഒരു ലൈബ്രറി നിയമം രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് അതിൻ്റെ പ്രയാസം മനസ്സിലാകുന്നത്. ഒരു 10-18ഓളം ശ്രമങ്ങൾ അതിനോട് നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടി. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ലൈബ്രറി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റൽ സിസ്റ്റമാണ്. വിദ്യാഭ്യാസ വകുപ്പ് പോലെ ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് ചീഫ് ലൈബ്രറിയൻ, അതിൻ്റെ ഡെപ്യൂട്ടി ലൈബ്രറിയൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടുത്തെ ലൈബ്രറി പ്രസ്ഥാനം തികച്ചും ജനാധിപത്യപരമായി ജനകീയമായി സംഘടിപ്പിച്ചതാണ്.